ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓയിലി സ്കിൻ ടൈപ്പുള്ള ആൾക്കാർ എങ്ങനെയാണ് ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അതിനു മുന്നേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് സ്കിന്നുകളുണ്ട്, എന്താണ് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എന്നുള്ളത് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഞാൻ ഡ്രൈ സ്കിന്നിന്റെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലി സ്കിൻ വരുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ സ്കിന്നിന് കെയർ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഓരോ മെഡിസിൻ എടുക്കില്ലേ, അതിന് ഒരു ഈക്വലന്റ് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. അതായത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻ ഓവർഡോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ ഏതാണെന്ന് നോക്കിയും കണ്ടും അതിന് മാച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ പ്രൊഡക്റ്റും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ടും സെലക്ട് ചെയ്യാനായിട്ടും. അല്ലാതെ കണ്ണി കണ്ട പ്രൊഡക്റ്റുകളൊക്കെ വാരി യൂസ് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ക്ലെൻസിങ്ങും മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുന്നതാണ്. ഇതല്ലാതെ സിറംസും ടോണേഴ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും സ്കിൻ കെയർ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബേസിക് ചെയ്തൊരു 1-2 മാസത്തിന് ശേഷം നമ്മുടെ സ്കിന്നിന് ആവശ്യമെങ്കിൽ മാത്രം ഏത് ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സിറംസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ടത് കേട്ടോ. ഡ്രൈ സ്കിന്നിന് ഞാൻ ചെയ്ത വീഡിയോയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഓയിലി സ്കിന്നുകാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് ഓയിലി ക്ലെൻസേഴ്സ് ഉണ്ട്, ഓയിൽ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ഉണ്ട്. നമ്മൾ ഡ്രൈ സ്കിന്നിന് ജെന്റിൽ ക്ലെൻസേഴ്സ് സെലക്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഒരു മോർണിംഗ് എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഓയിലി സ്കിന്നിനും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എക്സാമ്പിൾ ഒരു സിമ്പിൾ റിഫ്രഷിംഗ് ക്ലെൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ ഓയിൽ സ്കിൻ ക്ലെൻസർ ഉണ്ട്. അപ്പോൾ അത് ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നൈറ്റ് ടൈമിൽ നമ്മുടെ സ്കിന്നിൽ നമുക്ക് വേണ്ട കുറച്ച് ഓയിൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. രാവിലെ തന്നെ ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസർ വെച്ച് ട്രെയിനിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, സോറി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നൈറ്റ് ഉണ്ടാക്കുന്ന ഈ ഓയിൽസ് നമ്മൾ ഹാർഷായിട്ടുള്ള ഒരു ക്ലെൻസർ വെച്ച് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആവശ്യമുള്ള ഓയിൽസിനെയും കൂടി എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. ശരിക്കും ഓയിലി സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉള്ള ഓയിലിന്റെ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ എക്സസിനെ മാത്രമാണ് റിമൂവ് ചെയ്യേണ്ടത്, അല്ലാതെ സ്കിന്നിലുള്ള എല്ലാ ഓയിലിനെയും കൂടി കഴുകി കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ രാവിലത്തെ സമയങ്ങളിൽ ഒരു ഒരു ജെന്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ എപ്പോഴും അത് ക്ലെൻസർ സെലക്ട് ചെയ്യുമ്പോൾ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫോംസ് ഉണ്ടാക്കുന്ന ക്ലെൻസേഴ്സ് സെലക്ട് ചെയ്യുക. സാലിസിലിക് ആസിഡും നിയാസിനമൈഡും ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നോക്കുക. ഫ്രേഗ്രൻസ് ഫ്രീ, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 2 എനിക്ക് റെക്കമെൻഡേഷൻ ഉള്ളത് സെറ്റാഫിലിൻ്റെയും പ്ലമ്മിൻ്റെയും ക്ലെൻസറാണ് കേട്ടോ. ഇനി ഒരു മോയ്സ്ചറൈസർ വരുമ്പോഴും ഇതേപോലെ തന്നെ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള നോക്കുക. വാട്ടർ ബേസ്ഡ് ലോഷൻസ് നോക്കുക. എനിക്ക് മറന്നു പോയിരിക്കാൻ വേണ്ടി ഇവിടെ എഴുതിയിട്ടിട്ടാണ് പറയുന്നത്. വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് നോക്കുക. നോൺ കൊമേഡോജനിക് ആകുക. ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ്, നിയാസിനമൈഡ് ഒക്കെ വരുന്നത് നോക്കുക. ന്യൂട്രോജനെയും പ്ലമ്മും ആണ് മോയ്സ്ചറൈസറിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ സൺസ്ക്രീൻ വരുമ്പോഴും സെയിം ഡ്രൈ ക്രീമി ടെക്സ്ചർ വരുന്നത് നോക്കിയെടുക്കാൻ പറഞ്ഞ പോലെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ലോഷൻ പോലെയുള്ള ക്ലെൻസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതും ന്യൂട്രോജനയുടെ അല്ലെങ്കിൽ ന്യൂട്രോജന അൾട്രാ ഷീർ അല്ലെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഞാൻ ബേസ്ഡ് ഓൺ ദ റിവ്യൂസ് ആണ് ഈ ബ്രാൻഡ്സ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ 100% ഇത് ഉറപ്പ് പറഞ്ഞത്. ബേസ്ഡ് ഓൺ ദ റിവ്യൂസ് ഓൺലി ഞാൻ ഈ ലിസ്റ്റ് പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് നല്ലത്, നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഓയിലി സ്കിൻ ആരുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ് ഇപ്പോൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അടിപൊളി ബ്രാൻഡ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഓയിലി സ്കിന്നുകാർ. ഡ്രൈ സ്കിന്നുകാർ ഒരു ക്രീമി ടെക്സ്ചർ പോലെയുള്ളത് നോക്കുമ്പോൾ ഓയിലി സ്കിന്നുകാർ നോക്കേണ്ടത് ഒരു ജെൽ ബേസ്ഡ് ലൈറ്റ് ലോഷൻ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ മോയ്സ്ചറൈസർ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ ബൈ, സീ യു.